പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് 993 രൂപ വില വർദ്ധിപ്പിച്ച ഓയിൽ കമ്പനികളുടെ നടപടിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. വില വർധനവ് ഹോട്ടൽ മേഖലയെ നട്ടെല്ലൊടിക്കുമെന്നും അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് 993 രൂപ വില വർദ്ധിപ്പിച്ച ഓയിൽ കമ്പനികളുടെ നടപടിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചു. വില വർധനവ് ഹോട്ടൽ മേഖലയുടെ നട്ടെല്ലൊടിക്കുമെന്നും അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാതല യൂണിറ്റ് പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ അറിയിച്ചു. പാചകവാതകത്തിന് ഇപ്പോൾ ഏതാണ്ട് 997 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹോട്ടൽ മേഖലയെ നട്ടെല്ലൊടിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പം ഓയിൽ കമ്പനികളും അതുപോലെ കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഈ നടപടി എത്രയും പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് ഈ ഹോട്ടൽ മേഖലയെ അതുപോലെ ഇതര വ്യാപാരത്തെ സംരക്ഷിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വരുന്ന 6-ാം തീയതി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണ ഉൽപ്പന്ന വിതരണ മേഖലയിൽ നിൽക്കുന്ന മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ശക്തമായ സമരപരിപാടികൾ ജില്ലാ യൂണിറ്റ് തലങ്ങളിൽ ശക്തമായ സമരപരിപാടി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സംഘടിപ്പിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ഹോട്ടൽ മേഖലയെന്നല്ല മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം ഈ ഓയിൽ ഇനിയിപ്പം പെട്രോളിന് വില വർധനവുണ്ടാവും, അതുപോലെ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം വില വർധനവും. അത് മൊത്തത്തിൽ ഈ സമൂഹത്തെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെല്ലാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിലാണ്. അവരെത്തിച്ചേരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കട തുറക്കാൻ പറ്റുമെന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇനി തുറക്കുന്നില്ല, അത്തരത്തിലൊരു സാഹചര്യമാണ്. അപ്പോൾ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു വലിയൊരു സ്തംഭനാവസ്ഥയിലേക്ക് പോവാണ്. ഇതര മേഖലകൾ സ്തംഭിക്കുന്ന പോലുള്ള ഹോട്ടൽ മേഖല സ്തംഭിപ്പിച്ചു. ഇപ്പോൾ കായംകുളത്ത് ഏതാണ്ട് ഈ പട്ടണത്തിൽ 1 ലക്ഷത്തോളം ജനങ്ങൾ വന്നു പോകുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ 50 ലക്ഷം രൂപ ഭക്ഷണ മേഖലയിൽ വിറ്റാൽ അതിന്റെ ലോക്കൽ പർച്ചേസിലാണ് ഇത് മൊത്തം നിൽക്കുന്നത്. കാരണം പച്ചക്കറിയായും പലചരക്കായും ഫിഷായും മീറ്റായും എല്ലാം ഒരു പൈസ പോലും ഈ ടൗൺ പരിധി വിട്ട് പുറത്തു പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഏരിയയിലുള്ള ആ ഫ്ലോ, സാമ്പത്തികമായ ഫ്ലോ, എത്രയോ ആളുകൾ ഉപജീവന മാർഗമാണ് ഇത് സ്തംഭിക്കുന്നതോടുകൂടി ലോക്കൽ നമ്മുടെ മാർക്കറ്റുകൾ സ്തംഭിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ജനകീയ പ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനെ കാണണമെന്നും ഒരു ഹോട്ടൽ മേഖലയിൽ പ്രശ്നമായി കാണുന്നതുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ അധ്യക്ഷത വഹിച്ചു. സത്താർ നുറൂദ്ദീൻ, ബിജു താസ, രമേശ് ആര്യാസ്, പ്രവീൺ കുമാർ, വിജയകുമാർ, ശ്രീകൃഷ്ണ ശ്രീഹരി, പ്രസന്നകുമാർ ബ്രദേഴ്സ്, വിവേകാനന്ദൻ പാട്ടത്തിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.